ഹായ് കൂട്ടുകാരെ, എല്ലാവർക്കും ആരാധ്യലക്ഷ്മി ക്രിയേഷൻസിലേക്ക് സ്വാഗതം. 3-ാം ക്ലാസ്സിലെ ആദ്യത്തെ യൂണിറ്റിലെ മറ്റൊരു കവിതയാണ് കാക്കിരി പൂക്കരി എന്ന പാഠം. കനകച്ചിലങ്ക എന്ന പാഠഭാഗം നമ്മൾ കഴിഞ്ഞ വീഡിയോയിൽ പഠിച്ചു കഴിഞ്ഞു. ഇനി ഈ യൂണിറ്റിലെ മറ്റൊരു കവിതയാണ് കാക്കിരി പൂക്കിരി എന്നത്. കവിത എഴുതിയത് രാമകൃഷ്ണൻ കുമരനെല്ലൂർ എന്ന പ്രശസ്തനായ കവിയാണ്. അദ്ദേഹത്തിൻ്റെ തൂവൽ എന്ന കൃതിയിൽ നിന്ന് എടുത്തിട്ടുള്ള ഒരു ഭാഗമാണ് പ്രസ്തുത പാഠം. ഇനി കവിത നമുക്ക് ഈണത്തിലൊന്ന് ചൊല്ലിക്കേൾക്കാം. എല്ലാവർക്കും കവിത ഈണത്തിൽ ചൊല്ലാൻ അറിയാമല്ലോ. എല്ലാവരും എന്നോടൊപ്പം ചൊല്ലി നോക്കണം. കാക്കിരി പൂക്കിരി തേന്മാവിൻ്റെ എത്ത കൊമ്പത്ത് കാക്കിരി പൂക്കിരി മാങ്ങകളങ്ങനെ പഴുത്തു തൂങ്ങുന്നു. കാക്കിരി പൂക്കിരി പിള്ളേരങ്ങനെ ആർത്തു വിളിക്കുന്നു. കാക്കിരി പൂക്കിരി കാറ്റിൻ കയ്യുകൾ കൊമ്പുകുലുക്കുന്നു. കാക്കിരി പൂക്കിരി 4-5 നിലത്തു വീഴുന്നു. കാക്കിരി പൂക്കിരി തേൻതുള്ളികളി നാവിന് സമ്മാനം. കാക്കിരി പൂക്കിരി തേൻതുള്ളികളി നാവിന് സമ്മാനം. കവിത ഈണത്തെ ചൊല്ലിയത് കേട്ടല്ലോ. എല്ലാവർക്കും കവിത ഇഷ്ടമായോ? ഇതുപോലെ എല്ലാവരും കവിത ഈണത്തിൽ ചൊല്ലി ശീലിക്കണം. കവിത ഈണത്തിൽ ചൊല്ലാനുള്ളതാണ്. അപ്പോൾ മാത്രമേ കവിത നമുക്ക് ആസ്വദിക്കാൻ പറ്റൂ. ഇനി കവിതയുടെ അർത്ഥം നമുക്ക് മനസ്സിലാക്കാം. കവിതയ്ക്ക് കാവ്യഭംഗി നൽകുന്ന 2 വാക്കുകളാണ് കാക്കിരി പൂക്കിരി എന്ന പദം. ഇത് കവിത ചൊല്ലി രസിക്കുമ്പോൾ ഇമ്പം തോന്നിക്കാൻ സഹായിക്കുന്നു. ഈ പദങ്ങൾ പല പ്രാവശ്യം ആവർത്തിക്കുന്നതുകൊണ്ട് കേൾക്കുന്ന കൂട്ടുകാർക്ക് ഇത് വളരെ രസകരമായി തോന്നും. അതുകൊണ്ട് തന്നെയാണ് ഈ പദം പല പ്രാവശ്യം കവി ഇവിടെ ആവർത്തിച്ചിരിക്കുന്നത്. വലുത് ചെറുത് എന്ന അർത്ഥത്തിലും ഈ പദം ഇവിടെ പ്രയോഗിച്ചിരിക്കുന്നു. മനോഹരമായ ഒരു തേന്മാവിൽ നിറയെ പഴുത്ത മാങ്ങകൾ തൂങ്ങി നിൽക്കുന്നു. അത് കണ്ട് അതിൻ്റെ ചുവട്ടിൽ ധാരാളം കുട്ടികൾ മാങ്ങകൾ പറക്കാനായി ഉത്സാഹത്തോടെ നിൽക്കുന്നു. അപ്പോൾ കാറ്റ് വന്ന് ആ മരച്ചില്ലകളിൽ കുലുക്കുമ്പോൾ 4-5 മാങ്ങകൾ താഴേക്ക് വീഴുന്നു. ആ സമയം കണ്ടു നിൽക്കുന്ന കുട്ടികൾ അതെടുക്കാനായി മാവിൻ്റെ ചുവട്ടിലേക്ക് ആർത്തു ചിരിച്ച് ബഹളത്തോടുകൂടി എത്തുന്നു. അങ്ങനെ കിട്ടുന്ന മാങ്ങകൾ അവർ വളരെയധികം സന്തോഷത്തോടു കൂടി കഴിക്കുന്നു. ഈ മാങ്ങകൾ എങ്ങനെയുള്ളതാണ്? തേൻ പോലെ മധുരമുള്ളതാണ്. ഇതാണ് ഈ കവിതയുടെ അർത്ഥം. കുട്ടികളെല്ലാവരും കവിത പല പ്രാവശ്യം ആവർത്തിച്ച് വായിക്കുക. അതും സംഘമായി കൂട്ടുകാരോടൊപ്പം ചേർന്ന് നന്നായി കവിത ചൊല്ലി പഠിക്കണം. അതിനോടൊപ്പം പുതിയ പുതിയ വാക്കുകളും നിങ്ങൾ ഓർത്തിരിക്കുകയും അത് എഴുതാനും ശീലിക്കുമല്ലോ. ഇനി അടുത്ത പാഠം അടുത്ത വീഡിയോയിൽ കാണാം. ഓക്കെ, ബൈ.